ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടാ. എനിക്കിപ്പോ തരുന്നുണ്ടല്ലോ, അവർ പറഞ്ഞല്ലോ കൊടുക്ക് ചേച്ചി ഒരു ഉമ്മ, അവനൊരു ഉമ്മ കൊടുക്ക്, നീയല്ലേ മുന്നിൽ നിൽക്കണം, നിനക്കല്ലേ ആദ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അത് കാരണം ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിയതിന് ശേഷമല്ലേ അങ്ങോട്ട് പോവുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തറിയോ, ഒരു ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കം മുട്ടയും കൂട്ടിയിട്ടുള്ള ഒരു മസാല. ഉരുളക്കിഴങ്ങ് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടില്ല, കറിവേപ്പില ഞാൻ ഇടും, അല്ല അരിഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ പച്ചമുളക്, ഇത് 2 പച്ചമുളക് ചെറുതാണ്, എരിവില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുറച്ച് മതി, ചെറിയ ഉള്ളി, തക്കാളി അതും ഒരു പകുതി തക്കാളി, കൂടുതൽ വേണ്ട. പിന്നെ മല്ലി മുളകും ഒന്ന് ചൂടാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എണ്ണയിലല്ല, എന്നിട്ടൊന്ന് അരച്ചു വെച്ചതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് നാളികേരപ്പാല്, മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഗരം മസാലയോ അങ്ങനെ ഒന്നും വേണ്ട. ഗരം മസാല വേണ്ട, കുരുമുളകും വേണ്ട, ഇത് മൂന്നും നമുക്ക് വേണ്ട. ഇത് വെക്കുക. എല്ലാത്തിനും നമ്മൾ ഇടുമല്ലോ, കുരുമുളകും ഗരം മസാലയും പെരിഞ്ചീരകം, ഇതൊക്കെ നമ്മൾ ഏതാണ്ട് മസാലകളിലൊക്കെ ഇടും. പക്ഷെ ഇതിന് അത് വേണ്ട, ചിലതിന് ചിലത് വേണ്ട. ഇതിന് മല്ലി മുളകിന്റെ ആണ് രുചി നിൽക്കേണ്ടത്. അതെ അല്ലേ? അപ്പൊ ഏതാണ്ടൊരു നാടൻ കറിയുടെ ആണ്. കുറച്ച് പിന്നെ ഇന്നലെ വേറെ അമ്മ വെച്ച വെസ്റ്റേൺ കറികളായിരുന്നു. എണ്ണ ഒഴിച്ചു, വളരെ കുറച്ച് എണ്ണ, വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ കൂടുതലാന്ന് പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങൾക്ക് അതൊന്ന് വാട്ടിയൊക്കെ എടുക്കണമെങ്കിൽ ഇത്തിരി എണ്ണ വേണ്ടി വരും. പക്ഷെ എന്നാലും ഞാൻ ഇത്തിരി കുറച്ചിരിക്കാം. പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ വളരെ കുറവാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് അല്ല അമ്മ പറയുന്നില്ലല്ലോ, പേടിയുണ്ട്. ഒന്ന് നമുക്ക് ചെറുതായിട്ടൊരു മാറ്റി പിന്നെയാണ് കറി വെച്ചത്. ഈ ജീവിതത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ വരുന്ന കേട്ടിട്ടുണ്ടോ? വരും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് വല്ല ധാരണ നമുക്കുണ്ടോ? എന്തുകൊണ്ടാണോ ഓരോ കഷ്ടകാലം വരുമ്പോഴായിരിക്കാം. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വരെ അങ്ങനെയാണല്ലോ, അതിനാണല്ലോ കഷ്ടകാലം എന്നൊക്കെ പറയുക. കഷ്ടകാലം നമ്മുടെ ചില ജീവിതത്തിലെ സമയമൊക്കെ അങ്ങനെയൊക്കെ പറയാം. അല്ലേ? ആണോ? ആയിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു ഉദ്ഭവമൂർത്തി ഉണ്ട്, അതറിയോ? ഒരു ദൈവം ജനിച്ചു. അല്ലല്ല, ആ ദൈവമല്ല അമ്മ ഉദ്ദേശിക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവമോ ദേവിയോ അതൊന്നുമല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നാണോ ഭൂമിയിൽ ജനിച്ചത് അന്നാണ് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചത്. അപ്പോൾ ആ ദൈവം ആരാണ് നമ്മൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു ദൈവം ഭൂമിയിൽ ജനിച്ചിട്ടില്ലെങ്കിൽ ഈ ഏറ്റക്കുറച്ചിൽ പറഞ്ഞൊരു സംഭവം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ കാലത്തെ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ പണ്ട് ഒരു യുഗം ഉണ്ടായിരുന്നു എന്ന് പറയും. ഇത് കഴിയട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് ഒരുപാട് റോസ്റ്റ് ആവുമല്ല, വേണ്ട, ഒന്നിങ്ങനെ ചെറുതായിട്ടാവുമ്പോൾ ഇനി നമുക്ക് ക്യാപ്സിക്കം അതിലേക്ക് തട്ടാം. അതും അതുപോലെ ഇത് ഒരുപാടാവണ്ട, കുറച്ചുകൂടാവണ്ട. ഒരുപാട് വേവാണ്ട് ക്യാപ്സിക്കം അല്ലേ? അതെ, ക്യാപ്സിക്കം കുറച്ച് അങ്ങനെ കിടക്കണം. കടിക്കുമ്പോൾ ഈ പശു പുല്ല്, പച്ചപ്പുല്ല് കടിക്കുമ്പോൾ ഒരു സൗണ്ട് വരില്ല, അങ്ങനെ വരണം. ഇല്ലേ അമ്മ? അല്ലമ്മ, അത് നല്ല ഉമ്മയല്ലേ അമ്മ? പശു എന്ന് പറഞ്ഞാൽ നല്ലൊരു മൃഗമല്ലേ? അത് പശു വെയിറ്റ് എ മിനിറ്റ്, പശു പുല്ല് തിന്നണത് വൃത്തിയേടാ? അപ്പൊ പശു വന്നിട്ട് പറഞ്ഞാലോ, നിൽക്കുന്നൊക്കെ, അപ്പൊ പശു വന്നിട്ട് പറഞ്ഞാലോ അമ്മ ചോറ് വരുന്നത് വൃത്തിയേടാണെന്ന്, അപ്പൊ അമ്മ സഹിക്കുകയോ? അപ്പോൾ പശുവിന് അത് അതിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യമല്ലമ്മ. പശു നന്നായി ചമച്ചരച്ചാണ് കഴിക്കുക. കണ്ടിട്ടുണ്ടമ്മ ആടും പശുവൊക്കെ? അതെന്തിനാണെന്നറിയോ? എൻ്റെ അമ്മയും നന്നായി ചമച്ചരച്ച കഴിക്കുക. അമ്മ അത് നല്ലതമ്മ.
ഹെൽത്തിയാണ്. ഞങ്ങളൊക്കെ 2 ചമ ചമച്ചിട്ട് മതി വന്നിട്ട് ഒറ്റ മെഴുകാനാണ്. അമ്മ അങ്ങനെയല്ല, അമ്മ ചമച്ച് 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 ഒരു പായസ പരുവത്തിലാക്കിയിട്ട് എന്നിട്ട് അത് മെഴുകുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയൊക്കെ മിക്സിയിൽ ചോറടിച്ച് കഴിക്കുകയാണ് നല്ലത്. അത്രത്തോളം ചമയ്ക്കും അമ്മ അല്ലേ, അത്ര നേരം ഇരിക്കുകയും ചെയ്യും. എന്നാൽ കാണുന്നവർ വിചാരിക്കും ഈ ഭക്ഷണമായിട്ട് വെച്ചിട്ട് ഈ അമ്മ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഒരു അണ്ടാവ് ഭക്ഷണം കഴിക്കുന്നത്. അതില്ല, അത് തെറ്റിദ്ധരിക്കരുത്. അമ്മ എല്ലാവരും ഭക്ഷണം കഴിച്ച് എണിച്ചതിന് ശേഷം അമ്മ എണിക്കുള്ളൂ. ഞാനാണെങ്കിൽ അമ്മേനൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ കൈ ഉണങ്ങിയിട്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ടേബിൾ മാനേഴ്സ് കാണിക്കണമല്ലോ, നമ്മളങ്ങനെ എണിച്ച് പോകാൻ പാടില്ലല്ലോ. ഞാനൊക്കെ കഴിച്ച് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മയുടെ ഭക്ഷണം. അതിൻ്റെ അർത്ഥം ഈ അമ്മയുടെ ഭക്ഷണമായിട്ട് കണ്ടിട്ട് ഭയങ്കര ഭക്ഷണക്കാരിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഭക്ഷണമൊക്കെ ലളിതമായിട്ട് തന്നെ കഴിക്കുള്ളൂ. ലളിതമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നതിനേക്കാളും 4 കയ്യിൽ കൂടുതൽ അതിനെക്കാളും എന്ന് വെച്ചാൽ 4 കയ്യിലെന്ന് പറഞ്ഞാൽ അച്ചാറെടുക്കണ സ്പൂണ്, ആ ചെറിയ സ്പൂണ് കയ്യിൽ തെറ്റിപ്പോയതാണ്. അത്രേ അമ്മ കഴിക്കുള്ളൂ. ഇനി അമ്മയ്ക്ക് വല്ലതും കഴിക്കണമെന്ന് തോന്നിയാൽ കല്യാണ വീട്ടുകളിലെ പായസമാണ്. അത് നിങ്ങളൊരു മൊന്തയിൽ കൊണ്ടുവന്ന് കൊടുത്താലും അമ്മ കഴിച്ചോളും. വേറെയുള്ള സ്ഥലത്തൊന്നും പായസം അങ്ങനെ കഴിക്കില്ല. കല്യാണ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയില്ല. അവിടെ ഒരു മൊന്തയിൽ കൊടുത്താലും അമ്മ അത് കഴിച്ചോളും. അവർക്ക് അത് കഴിച്ചാൽ അവിടെ മോശമല്ല. അത് അമ്മയ്ക്ക് ഇട്ട പായസം മാത്രമായിരിക്കില്ല, എൻ്റെ അച്ഛൻ്റെ ഒക്കെ എടുത്ത് കഴിക്കും. അപ്പൊ എത്ര ഗ്ലാസ് ആയി നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. മിക്കവാറും അമ്മ എൻ്റെ കഴിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കല്യാണ വീട്ടിൽ എനിക്ക് പായസം കൂടി കിട്ടാറില്ല. അതുകൊണ്ട് ഈ അമ്മേൻ്റെ അടുത്ത് ഇരിക്കുന്നത് എനിക്കൊരു വലിയ നഷ്ടമാണ്. അത് ഒരുപാട് ഉള്ളി അങ്ങനെയൊന്നും വേണ്ട. ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ്. പക്ഷെ കഴിക്കാൻ നല്ലതാണ്. ചോറിനും ചപ്പാത്തിക്കോ ദോശയ്ക്കോ എല്ലാത്തിനും കഴിക്കാം. അപ്പോൾ ഇത് ഒരുപാട് സബോളയും ഉള്ളിയൊക്കെ നമ്മൾ എടുക്കുക, അത്ര ഇതിനാവശ്യമില്ല. ഇനി കണ്ടോ, ഇത്ര കുറച്ച് വെളുത്തുള്ളി കണ്ടോ, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത്ര വേണം. ഒരുപാട് മസാല കൂട്ടിന് ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. നമ്മുടെ ലിസമ്മ ചേച്ചി പറഞ്ഞതാണ് എനിക്ക് അന്ന്. അതാരാമ്മ? അച്ചായൻ്റെ ജോർജ് അങ്കലിൻ്റെ. ആ വെരി ഗുഡ്. അവരായിരുന്നോ? എനിക്ക് ആ ആൻറ്റിയുടെ പേര് ഇങ്ങനെ ലിസമ്മ ചേച്ചിയാണെന്നൊന്നും അറിയത്തില്ല. ആൻറ്റിന്ന് വിളിക്കും. എപ്പോഴും അവരുടെ മകനില്ലേ മനോരമ അതിലെന്തായാലും എഡിറ്ററാണ്. അപ്പൊ അവര് വരുമ്പോ അവരുടെ ഭാര്യ നിധി, ആ പെൺകുട്ടിയുടെ പേര് എന്താ പേര്? നിധി. അപ്പൊ അവര് എന്ത് ചെയ്യുമ്പോൾ ഈ കറി ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. അപ്പൊ എന്തൊക്കെ വെച്ചാലും അവര് ബീഫും ചിക്കനും ഒക്കെ വെക്കും. പക്ഷെ അതിന്റെ കൂടെ അവർ ഈ കറി ഉണ്ടാക്കും. അവർക്ക് ഇഷ്ടമാണെന്ന് അവരാണെങ്കിൽ ഒരു ദിവസം നിൽക്കുള്ളൂ. അപ്പൊ എല്ലാം ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പൊ ഒരു ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പോകും. അപ്പൊ ചേച്ചി മരുമകൾക്ക് എന്ന് വെച്ചാൽ ആന്റിയുടെ മരുമകൾക്ക് എന്താ ജോലി? അവര് അതന്നെ എന്താണ് ലാബ് ടെക്നീഷ്യന്റെ ട്യൂട്ടർ. നിധി എന്ന് പേര് വെച്ചാണ് ഞാൻ ചോദിച്ചത്. നല്ല പേരാണല്ലേ. ജീവിതത്തിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അച്ഛനമ്മ ആ പേര് വെച്ചാൽ സന്തോഷിക്കുക. അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഇപ്പോൾ പേര് മാറ്റാമല്ലോ, വിധിന്ന് മാറ്റിയത് അല്ലേ. രക്ഷപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ട നല്ല പേരാണ് വിധി. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് കാരണം അവർക്ക് സൂട്ടാവുന്നുണ്ട്. നിധി. ഇനി ഇങ്ങനെ ഒരു പേര് വെച്ചിട്ടമ്മ അവർക്ക് ജീവിതത്തിൽ ഒരു നിധി എന്ന് പറഞ്ഞ പേരിന് ഒരു സാമ്യത അവരുടെ ജീവിതത്തിൽ വരാണ്ടിരുന്ന കേക്കമ്മ അങ്ങനെ മറ്റേ വരാണ്ടിരുന്ന തീർച്ചയായിട്ടും അവർക്ക് കോടതി മുഖാന്തരം പോയിട്ട് പേര് വിധിന്ന് മാറ്റാൻ പറ്റും. അപ്പം ഞാനൊരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോളൂ, എനിക്ക് നിങ്ങൾ വിധിന്ന് പേര് വെച്ചു, എൻ്റെ വിധി അത്ര ശരിയില്ലാന്ന് വെച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ട് പോയിട്ട് ആ പേര് മാറ്റില്ലെങ്കിൽ മുളകും മല്ലി അരച്ചത് വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. അതിൽ വെറും മുളകും മല്ലി മാത്രമല്ലോ. മഞ്ഞപ്പൊടി നമുക്ക് വേറെ ഇടണം, ഒന്നും കൂട്ടിയിട്ടില്ല. മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ളത് ചേർക്കാം. പിന്നെ ഈ മുളക് കളയണ്ടല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇടാം. ഇത് വറുത്തതായത് തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ വറുത്തതാണല്ലോ, അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ അടുപ്പിൻ്റെ എല്ലാം കൂടെ പോട്ടെ. വേസ്റ്റാക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ആ പേരിന് ഉദാഹരണം പറഞ്ഞത് എന്തിനാന്ന് നമുക്ക് മനസ്സിലായോ? ഇപ്പോൾ എന്നെ ഉദ്ദേശിച്ചോ, അമ്മ നിധി എന്നൊരു പേര് വെച്ചു എന്ന് വിചാരിച്ചോ. എൻ്റെ ജീവിതം ഒരു കുറേയൊക്കെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് ആ നിധി പോലെ അല്ല എൻ്റെ ജീവിതം. നിധി എന്ന് പറഞ്ഞാൽ സംതൃപ്തനാണല്ലോ, എല്ലാം കിട്ടിയെന്നല്ല അർത്ഥം. നിധി കിട്ടിയ ജയിച്ചല്ലോ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞാനെന്നെ സ്വയം പോയിട്ട് എൻ്റെ പേര് വിധിന്ന് മാറ്റിയില്ലെങ്കിൽ
ആൾക്കാർ ആ നിധി എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ കളിയാക്കി. അപ്പോൾ ചില അമ്മമാർ വെക്കുന്ന പേരുകളുണ്ടല്ലോ ഭയങ്കര ഇഷ്ടം കൊണ്ട് വെക്കുന്നതാണ്. ചിലത് ഫലിക്കും, ചിലത് ഫലിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് പേരിൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അങ്ങനെ ഗുരുവായൂരപ്പൻ എന്നൊരു പേരും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പേര് വെക്കുമ്പോൾ അച്ഛനമ്മമാരെന്താ പറഞ്ഞാൽ ആ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ട് മക്കൾക്ക് ഇതാ ഗുരുവായൂരപ്പൻ എന്ന് പേര് വെക്കുകയാണ്. ആ ഗുരുവായൂരപ്പൻ നാളെ വല്ല കേസിലും കുടുങ്ങിയിട്ട് അതിഭീകരനായ ഇന്ന പ്രതി ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കേൾക്കാൻ വല്ല രസം ഉണ്ടാവോ? ഗുരുവായൂരപ്പൻ അപമാനിച്ചതിന് തുല്യല്ലേ അത്? അപ്പൊ എന്താ വ്യക്തി ചെയ്യേണ്ടത്? അല്ല, ആ പേര് മാറ്റാൻ നോക്കണം. നന്മയൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനമ്മയും പേര് വെച്ച് വന്നിട്ട് നമുക്ക് നന്മയായിട്ട് തന്നെ നടക്കാം. അച്ഛനമ്മ നല്ല പേര് വെച്ച് അങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ടാണ് അച്ഛനമ്മമാരൊക്കെ പേര് വെക്കുന്നത്. പക്ഷെ അതുപോലെ സംഭവിച്ചില്ലെങ്കിൽ അച്ഛനമ്മയ്ക്ക് അപമാനം വരുത്താതെ വേഗം പോയിട്ട് ആ പേര് മാറ്റുക. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയുണ്ട്. കോടതിയിൽ വെച്ചിട്ട് നബീസയും ഗുരുവായൂരപ്പനും നമ്മളൊരു കേസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഗുരുവായൂരപ്പൻ നബീസ, ഗുരുവായൂരപ്പൻ പ്രതി, നബീസ കാശ് കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഗുരുവായൂരപ്പൻ കാശ് വഞ്ചിച്ചു. അപ്പൊ ആ കോടതിയിൽ 10 പ്രാവശ്യം എന്താ പറയാ? ഗുരുവായൂരപ്പൻ കാശ് മേടിച്ച് പറ്റിച്ചോ ചോദിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ അത്ര നാണക്കേടാവും, സാക്ഷാൽ ഗുരുവായൂരപ്പന്. അപ്പൊ പേര് വെക്കുമ്പോൾ വെങ്കടേശ്വര, ഗുരുവായൂരപ്പ, ഗണപതി നിന്നും വെക്കാണ്ടിരിക്കുക കഴിയുന്നത്. മനസ്സിലായില്ലേ? ഈ ഉരുളക്കിഴങ്ങ് വാട്ടിയത് അതിലിട്ട് കൊടുക്കുക. അതൊന്ന് വേവട്ടെ. എന്നിട്ട് മതി നമുക്ക് ക്യാപ്സിക്കം. അപ്പൊ എന്താ പറഞ്ഞ ഈ പേര് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ആ പേര് കൊണ്ടുപോയിട്ട് സാധാരണക്കാരായ മനുഷ്യന് വെക്കരുത്. കാരണം ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടും വെക്കരുത്. ശരിക്കും പറയുകയാണെങ്കിൽ എന്തിനാ ദൈവമായിട്ട് ഇരുന്നോട്ടോ. നമ്മൾ എന്തിനാണ് ആ ദൈവത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? കൃഷ്ണൻ പിന്നെ എങ്ങനെയൊക്കെ കൃഷ്ണൻ എന്നൊരു പേര്, കൃഷ്ണന് പല രീതിയിലുള്ള ലീലകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൃഷ്ണൻ അഡ്ജസ്റ്റ് ചെയ്യാം. കൃഷ്ണന് മോഹൻ എന്ന പേരുണ്ട്, അങ്ങനെ പല പേരുകൾ, നീലവർണ്ണ, അങ്ങനെ പല പേരുകളുണ്ടല്ലോ, അതൊക്കെ വെക്കാം. പക്ഷെ ഗുരുവായൂരപ്പൻ എന്നുള്ളൊരു പേര് ഒരു പ്രത്യേക പേരാണ്. അങ്ങനെയുള്ള പേര്, അതുപോലെ തിരുമലവാസൻ, അങ്ങനെ ഒരു പേരൊന്നും വെക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല. കഴിയുന്നത് വെക്കാണ്ടിരിക്കുക. കാരണം തിരുമലവാസൻ, തിരുപ്പതിയിലെ ഭഗവാൻ, അങ്ങനെ വെക്കരുത്. പഴനി ആണ്ടവെന്നൊരു മനുഷ്യന് സാധാരണക്കാരൻ്റെ പേര് വെക്കാൻ പാടുമോ? പഴനിന്ന് വെക്കാം, അതൊരു നാടിൻ്റെ പേരും കൂടിയാണ്. അപ്പോൾ പഴനി ആണ്ടവെന്ന് വെക്കാൻ പാടുമോ? അങ്ങനെയും പേര് വെച്ച ആൾക്കാരുണ്ട്, നമുക്കറിയോ? അപ്പോൾ ചില പേരുകൾ വെക്കുമ്പോൾ ആ പേര് ഭാവിയിൽ ദോഷം ചെയ്യും. ആർക്ക്? നമ്മൾ വന്നിക്കുന്ന ദൈവത്തിനടക്കം ചിലപ്പോൾ ദോഷം ചെയ്യും, ചിലപ്പോൾ ആ പേര് ഗുണവും ചെയ്യും. അത് ഗുണം ചെയ്തൊക്കെ ഭയങ്കര കുറവാണ്, മോശം ചെയ്യലാണ് കൂടുതൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ മനുഷ്യൻ്റെ പണ്ടൊരു കാലത്ത് ഈ മനുഷ്യനെ കൊണ്ട് ദൈവം പൊരുതിമിട്ട്, എന്താ പറയുക, ആത്മാർത്ഥത കൂടിയ മനുഷ്യനെ കൊണ്ട്, മനസ്സിലായില്ലേ? ആത്മാർത്ഥത ഒരുപാട് കൂടിയ മനുഷ്യനെ കൊണ്ട് ദൈവം പൊരുതിമുട്ടിയപ്പോൾ ദൈവം ഒന്ന് ആലോചിച്ചു, എങ്ങനെ ഈ മനുഷ്യൻ്റെ ഉള്ളിലെടുത്ത് പുറത്തെടുക്കണം. കാരണം എന്താ അറിയോ, ഈ ബൈബിളിലും നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയണ പോലെ തന്നെ അന്നൊന്നിനും മനുഷ്യന് ബുദ്ധിമുട്ടില്ല. ഈ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കുന്ന കാലഘട്ടത്ത് അധ്വാനമൊന്നും വേണ്ട, മനസ്സിലായില്ലേ? മനുഷ്യന് ഭക്ഷിക്കാനുള്ളതും പിന്നെ അസുഖങ്ങളൊന്നുമില്ല, എല്ലാം ഭൂമിയിലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ ഇനിയൊരു മനുഷ്യനായിട്ട് വിദ്വേഷമില്ല, വിദ്വേഷമില്ല, എന്തൊക്കെ പറയാ, ഈഗോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ദൈവം ഇടയ്ക്കിടയ്ക്ക് വരും, ഇങ്ങനെ ഈ പൂങ്കാവനത്തിന് വരുമ്പോൾ വന്നിട്ട് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കും. ഇന്നത്തെ പോലെ കോടിക്കണക്കിന് ജനങ്ങളൊന്നും ഇല്ല, വളരെ ചുരുക്കം. അന്ന് വന്ന് ഇടയ്ക്കിടയ്ക്ക് ദൈവം കുറച്ച് ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുള്ളൂ, മതി. ഇനി നിങ്ങളെന്തെങ്കിലും സൃഷ്ടിക്കുകയാണെങ്കിൽ സൃഷ്ടിച്ചോളൂ, വന്നിട്ട് വിട്ടിട്ട് പോരുക. ദൈവത്തിന് അറിയില്ലല്ലോ ഈ ആക്രാന്തം പിടിച്ച മനുഷ്യന്മാർ പിന്നീട് എന്തൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ വളരെ ചുരുക്കം കുറച്ച് മനുഷ്യന്മാർ മാത്രം അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൈവം ഇടയ്ക്ക് വന്നിട്ട് ശരിക്കും ഇങ്ങനെ വന്നിരുന്ന് എന്തൊക്കെ മക്കളെ വിശേഷം ചോദിക്കും. അപ്പോൾ ദൈവത്തിന് കണ്ടിട്ട് ഒരു വിശേഷമില്ല. എന്താ വേണ്ട മക്കളെ ചോദിക്കുമ്പോൾ ഈ മക്കൾ എപ്പോഴും പറയും ഒന്നും വേണ്ട. കാരണം എല്ലാം അവിടെ ഉണ്ടല്ലോ. ഒന്നിനും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അധ്വാനിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. പരസ്പരം സ്നേഹിച്ച് മാത്രം ജീവിച്ചാൽ മതി. അവനുള്ളത് നിനക്കുണ്ട്, നിനക്കുള്ളത് അവനുണ്ട്. അപ്പോൾ ദൈവം വിചാരിച്ചു ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ സത്യം പുറത്തെടുക്കണമെങ്കിൽ എന്നെക്കാട്ടിലും വലുതായിട്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും സൃഷ്ടിക്കും. മനസ്സിലായില്ലേ? എന്നെക്കാട്ടിലും ഇവർ ബഹുമാനിക്കുന്ന എന്തെങ്കിലും ഈ ഭൂമിയിൽ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച ദൈവം എന്തൊക്കെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാലും മനുഷ്യനതൊന്നും ഒരു ആസക്തിയില്ല. ഭഗവാനെ ഇത് വേണോ, അത് വേണ്ട, ഇങ്ങനെ എന്തും വേണ്ട, ഇത്രയും നിസ്വാർത്ഥ മനുഷ്യനെ പോലെ ഒന്നും ഇല്ലല്ലോ എന്ന് ദൈവം അടക്കം ഞെട്ടിപ്പോയി.
ഇനി ഇവരൊക്കെ ദൈവമായിട്ട് മാറിയിട്ട് ഞാൻ ഇവരായിട്ട് മാറും ദൈവത്തിന് പേടിയും വന്നു. അങ്ങനെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്തറിയോ? ദൈവം കുറേ ചിന്തിച്ചതിന് ശേഷം ദൈവം ഭയങ്കര ബ്രില്യൻ്റാണ്, അറിയാമല്ലോ എന്തോരം സംഭവങ്ങളാണ്. കേൾക്കോ? അത് നമുക്കിട്ടൊരു വെപ്പാണല്ലോ. അപ്പം കേൾക്കോ അമ്മ, കേൾക്കൂ. അപ്പം ദൈവം എന്ത് ചെയ്തു? ഈ ലോകത്ത് എത്രയ്ക്കോ സുന്ദരമായ എല്ലാം ഞാൻ സൃഷ്ടിച്ചു. ഇതിലൊന്നും മതിമറന്ന് പോവാത്ത മനുഷ്യൻ എന്നെ അചഞ്ചലമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ സ്നേഹിച്ച് എന്നെ വേർപ്പ് മുട്ടിക്കുകയാണ്. ഈ മനുഷ്യൻ ഈ സ്നേഹത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊണ്ടുപോയി വെക്കണം, ദൈവത്തിൻ്റെ ഒരു വാശി. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? നാണയം എന്ന് വെച്ചാൽ ദുഡ്, പൈസ എന്നൊരു സംഭവം ഈ മനുഷ്യൻ്റെ ഇടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, നമ്മുടെ ആരോഗ്യം ഉപയോഗിക്കണം, നമ്മുടെ അധ്വാനിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു പൈസ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഗെയിമിനെ സൃഷ്ടിച്ചു. ഇത് എവിടെ എഴുതിയതാന്ന് ചോദിക്കും. അല്ല, ഞാൻ സ്വയം ചിന്തിച്ചതാണ്, എവിടെ എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ഈ പുലി, സിംഹം, ആന, ഒട്ടകം, പരുന്ത്, കാക്ക, പൂച്ച, കേക്കോ, പാമ്പ് ഒക്കെ സൃഷ്ടിച്ചു. അവറ്റങ്ങളൊക്കെ എങ്ങനെ അവറ്റങ്ങളുടെ പാട്ടിലിങ്ങനെ നടക്കുകയാണ്. പക്ഷെ മനുഷ്യൻ ഭയങ്കര നല്ല മനുഷ്യൻ. അപ്പം ദൈവത്തിനൊരു ഗെയിം കളിക്കണം. ദൈവം എന്ത് ചെയ്തു? ഈ ചെസ്സൊക്കെ കളിക്കില്ലേ, അതുപോലെ ദൈവം എന്ത് ചെയ്തു? ഒരു നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു കോയിൻ ആദ്യം അതിന് സൃഷ്ടിച്ചു. ഇത് നേടിയവൻ പണക്കാരൻ, ഐശ്വര്യമുള്ളവൻ, ഭൂമിയിൽ ഉന്നത സ്ഥാനങ്ങൾ നേടും എന്ന് വെച്ചാൽ ഇതിലുള്ളവന് മാത്രമേ ഭൂമിയിൽ എന്ത് മേടിക്കാൻ പറ്റുള്ളൂ. അത് വേറൊക്കെ ഫ്രീ അല്ലേ. ഇനി ഇതും കൊണ്ട് നീ മേടിച്ചാൽ മതി പറഞ്ഞിട്ട് അത് അങ്ങോട്ട് നടുക്കിലിട്ടിട്ട് അങ്ങോട്ട് പോയി. അന്ന് തല്ലുകൂടാൻ തുടങ്ങിയതാണ് ഈ മനുഷ്യൻ. എന്താ പറയുക, ബന്ധങ്ങളിൽ നല്ല ബന്ധങ്ങൾ കിട്ടണമെങ്കിൽ, നല്ല ബന്ധങ്ങളിൽ നല്ല പേരുകൾ കിട്ടണമെങ്കിൽ, സമൂഹത്തിൽ വിലയും നിലയും കിട്ടണമെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ മനുഷ്യൻ ഈ കാശിന് വേണ്ടി തല്ലുകൂടി ചത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിന് വന്നൊരു കുശുമ്പാണ് ഈ കാശ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ദൈവം അതിൻ്റെ നടുക്കിൽ അത് കൊണ്ടുപോയി ഇടേണ്ട ആവശ്യമില്ല. കാരണം ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യന് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ മനുഷ്യന് ഇതിനോടൊന്നും ഒരു ആസക്തി ഇല്ലാണ്ട് ദൈവത്തിനോടൊന്നും ചോദിക്കാണ്ടായി. അപ്പം ദൈവം ഇത്രയൊക്കെ സൃഷ്ടിച്ച എന്നോട് ഇവർക്ക് ഒന്നും വേണ്ട പറയുമ്പോൾ ദൈവത്തിനൊരു മതി. ഇവരെന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നൊരു കാലം വരണം. അതിന് ദൈവം ഉണ്ടാക്കിയ അബദ്ധത്തിന് ദൈവം എന്ത് ചെയ്തറിയോ? ഭഗവാനെ അവസാനം ദൈവം പെട്ടുപോയി. കാരണം എന്താ അറിയോ? പിന്നെ ഈ ദൈവം ഉണ്ടാക്കിയ പൈസ മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ടായി ദൈവത്തിൻ്റെ അടുത്ത് പോക്ക്. എന്ത് വേണമെന്ന് ചോദിച്ചാൽ അപ്പം പറയും പൈസ വേണം. അപ്പോൾ അല്ല മക്കളെ, ഇതും കൊണ്ടൊക്കെ ജീവിച്ചാൽ പോരെ? ഇല്ലില്ല, എനിക്ക് അവനെക്കാട്ടിലും കൂടുതൽ പൈസ വേണം. അപ്പോൾ ദൈവം പറഞ്ഞു, അവൻ അധ്വാനിച്ചു, ആരോഗ്യമുണ്ട്, അത് കാരണം കൊണ്ട് അവന് പൈസ കിട്ടി. ദൈവമേ എനിക്ക് ആരോഗ്യം തരണം. എന്തിനാടാ മോനെ? പൈസ വേണം. അപ്പോഴെവിടെ എത്തി? പൈസ വേണം. അപ്പോൾ ഇന്നത്തെ മന്ത്രി പറഞ്ഞു, ദൈവമേ എൻ്റെ ഏട്ടനെക്കാട്ടിലും കൂടുതൽ കാശ് എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു, എടാ നിൻ്റെ ഏട്ടന് ബുദ്ധിയുണ്ട്, ബുദ്ധിയും കൊണ്ടാണ് നിൻ്റെ ഏട്ടൻ കാശുണ്ടാക്കിയത്. അപ്പോൾ നിനക്ക് എന്ത് വേണം ചോദിക്കുക. അപ്പോൾ എനിക്ക് ബുദ്ധി വേണം. ബുദ്ധി മാത്രം മതിയോ? അതുകൊണ്ട് നീ ജീവിച്ചോളൂ. ഇല്ല തമ്പുരാനെ, എനിക്ക് ബുദ്ധി വേണമെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് എടുത്തു വെക്കാനൊന്നുമല്ല, ബുദ്ധി കൊണ്ട് കാശ് ഉണ്ടാക്കാനാണെന്ന്. അപ്പോൾ എന്ത് മാർഗത്തിൽ ചെന്നാൽ അവസാനം കാശ്. ദൈവം തോറ്റ് തിന്നം പാടി. അവസാനം ഈ മനുഷ്യന്മാർ അമ്പലങ്ങളൊക്കെ പണിയാൻ തുടങ്ങി. പണിയുമ്പോൾ നാട്ടുകാരോട് ചോദിച്ച ഒരേ ഒരു കാര്യം, കാശ് തരൂ, അമ്പലം പണിയാനാണ്. കേട്ടോ? അവിടെയും കാശ്. അവസാനം ദൈവത്തിൻ്റെ പ്രതിമ അവിടെ ഉണ്ടാക്കിയപ്പോൾ ശില്പിയും ചോദിച്ചത് കാശാണ്. അവസാനം അത് പൂജിക്കാൻ ഒരാളിനെ വിളിച്ചപ്പോൾ പൂജാരിയും ചോദിച്ചത് എന്താ? കാശ്. അവസാനം ദൈവത്തിൻ്റെ പ്രതിമ അവിടെ വെച്ചിട്ട് ആഹ്വാനിച്ച് ദൈവത്തിനെ അവിടെ ഇരുത്തിയിട്ട് അതിന് മുമ്പർത്ത് കൊണ്ടുപോയി വെച്ചതും എന്താ? കാശിൻ്റെ ഉണ്ടി. അവസാനം ദൈവം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അന്ന് എനിക്ക് ഈ വിട്ടിത്തര എന്തിന് തോന്നിയെന്ന്. ഇന്ന് ഈ നിമിഷം വരെ മനുഷ്യൻ്റെ പാച്ചൽ കാശ്. ഈ കാശിന് വേണ്ടി മാത്രമല്ല ഓട്ടത്തിലായി മനുഷ്യൻ്റെ ജീവിതം മുഴുവനും. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കാശിൻ്റെ ഏറ്റക്കുറച്ചുകൾ എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ചോദിച്ചു. അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ 2 സഹോദരിമാർ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു സഹോദരനെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്നിട്ട് ആപ്പിൾ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഊണ് കഴിച്ചതിന് ശേഷം ആപ്പിൾ ഇങ്ങനെ വായിൽ. ആ സഹോദരനാണെങ്കിൽ തിന്ന് മതിയായിട്ട് വേണ്ട എനിക്ക് പറയാണ്, തിന്നടാ ചങ്കേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചേച്ചി ഒന്ന് അനിയത്തി. ഇത് തിന്നാൻ പറയും. എനിക്ക് ദേഷ്യം വരും, എനിക്ക് മതി എന്ന് പറഞ്ഞില്ലേ, എന്നൊരു മുന്തിരി കഷ്ണം കൂടി തിന്നത്. എങ്ങനെ? ആ ഒരു സഹോദരൻ്റെ അടുത്ത്. അപ്പോൾ തൊട്ടടുത്ത് ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും എടുത്തിട്ട് തിന്നാനായി കിട്ടാത്ത പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയൽപ്പക്കത്തെ വല്ല അങ്കലാണെങ്കിലും അയാൾക്ക് ഒരെണ്ണം കൊടുത്തുകൂടെയെന്ന്. കുറേ കഴിയുമ്പോൾ മനസ്സിലാവുന്നത് അയാൾ വേറെ ആരും അല്ല, ഈ 3 മക്കളുണ്ടല്ലോ, 2 ചേച്ചി അനിയത്തിൻ്റെ നടുക്കിൽ നിന്നിട്ട് ഒരുത്തം മിഴുങ്ങിക്കൊണ്ടുണ്ടല്ലോ ആങ്ങള. ആ ആങ്ങളുടെ മൂത്ത സഹോദരനാണ് അവിടെ ഇരിക്കുന്നത്. അതിന് ഒരു കഷ്ണത്തിൻ്റെ ആപ്പിളും കൊടുക്കുന്നില്ല, ഒരു മുന്തിരിയും കൊടുക്കുന്നില്ല. അയാൾ ഇടയ്ക്ക് മുന്തിരിക്ക് നോക്കുന്നുണ്ട്, ആപ്പിൾക്ക് നോക്കുന്നുണ്ട്, ഒന്നും കൊടുക്കുന്നില്ല. കേക്ക്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഉള്ളതാണമ്മ, അതല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ?
ഇപ്പുറത്തിരിക്കുന്ന ആ സഹോദരനുണ്ടല്ലോ, അവൻ നല്ല സ്വഭാവക്കാരനായതുകൊണ്ടല്ല, അവൻ വലിയൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമല്ല, അയാളുടെ കൊണ്ട് നാളെ ഇവർക്കൊരു ഉപകാരം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ചേച്ചി അനിയത്തേക്ക് കൂടിയിട്ട് ഒരു തൊട്ടിൽ കെട്ടിയിട്ടില്ല എന്നുള്ളൂ, താരാട്ടിയും കൊണ്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനാണല്ലോ, ഗ്രാമത്തിൽ നിന്ന് കൃഷിപ്പണി എടുത്തിട്ട് ആ കൃഷിപ്പണിയിൽ നിന്ന് കിട്ടിയ പഴയ ഒരു ലുങ്കി ഷായിട്ട് വിട്ടിട്ട് വീട്ടിലേക്ക് വന്നിറക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആപ്പിളും മുന്തിരിയൊക്കെ കഴിച്ചോ കഴിച്ചില്ലെന്നും കൂടെ അയാൾക്ക് അറിയില്ല. പാവപ്പെട്ട കൃഷിക്കാരനാണ്. അവനെ മുമ്പുറത്ത് പ്ലേറ്റും വെച്ചിട്ട് ഇയാൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ 2 മണി അയാൾക്ക് തിന്നാൻ കൊടുക്കായിരുന്നല്ലോ, കൊടുത്തില്ല. പിന്നെ ആ വീട്ടിൽ 2-3 ബെഡ്റൂമുണ്ട്. അപ്പോൾ 2-3 ബെഡ്റൂമുള്ളപ്പോൾ അതിനേക്കാളും വലിയ രസം കേൾക്കൂ. 2-3 ബെഡ്റൂമുകളുണ്ട്. ഈ 2-3 ബെഡ്റൂമുകൾ ആ വീട്ടിലേക്ക് ഇവർ ചേച്ചി അനിയത്തി അവൻ്റെ ഭർത്താക്കന്മാരായിട്ട് അവർ 2 ബെഡ്റൂമിൽ അവർ പോയി. അവിടുത്തെ ഏറ്റവും വലിയ മാസ്റ്റർ ബെഡ്റൂം ഈ പൈസയുള്ള സഹോദരനും കൊടുത്തു. പൈസ ഇല്ലാത്ത സഹോദരനും ഭാര്യ മക്കൾ എവിടെ അറിയോ, ഹോളിൽ പായും കടക്കിയിട്ടിട്ട്. ഈ പൈസ ഉള്ള സഹോദരൻ ഏറ്റവും ഇളയവനാണ്, അവനും മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? അന്ന് ദൈവം ചെയ്ത തെറ്റ്, ഈ മനുഷ്യന്റെ സ്നേഹത്തിന്റെ ഇടയ്ക്ക് ഒരു കാശിന്റെ തുണ്ട് കൊണ്ടിടുന്ന ഒരു തുണ്ട്, കാശേതാൻ കടവലപ്പ അന്ത കടവലുക്കും അത് തെരിയുമപ്പാന്ന് കേട്ടിട്ടില്ലേ? ദൈവത്തിനത് ലാസ്റ്റാണ് തെരിഞ്ഞത്. ആദ്യം ഒരു തമാശയ്ക്ക് വേണ്ടി പൈസ ഉണ്ടാക്കിയതാണ്. പിന്നെ ദൈവം നെട്ടോട്ടം തിരിയാണ്. കാരണം ദൈവം എവിടെ പോയാലും പിടിക്കുന്നത് കാശ്. എന്തിന് കേക്ക്. ഇനി ഒരു ചെറിയ കഥയും കൂടി പറയാം ഞാൻ അതിൻ്റെ ഒപ്പം. വീണ്ടും ഒരു സഹോദര സ്നേഹത്തിൻ്റെ കഥ പറയാം. സഹോദരനൊക്കെ പെടുവരും. അതിൻ്റെ ഒരു കഥയും കൂടിയും പറയാം. അത് ഏതാണ്ടൊക്കെ റിയൽ സ്റ്റോറി തന്നെയാണ്. ഒരു സഹോദരൻ വലിയ കാശൊന്നുമില്ല, ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ച ആള് നാട്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല. അവിടെയും കുറേ സഹോദരന്മാരുണ്ട്. അവർക്കൊന്നും ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അടുത്ത സ്റ്റേറ്റിലുള്ള 2-3 കൂടപ്പുറപ്പുകളുണ്ട്. അങ്ങോട്ടൊന്ന് പോവുക. അവർക്ക് അത്രയൊന്നും ദേഷ്യം ഉണ്ടാവില്ലല്ലോ. കുറേ വർഷത്തിന് ശേഷം കാണല്ലേ വന്നിട്ട് ഈ സഹോദരൻ സ്നേഹത്തോട് കൂടിയിട്ട് ഭാര്യനെയും കൂട്ടി, കയ്യിൽ വലിയ കാശൊന്നുമില്ല, എവിടെയെങ്കിലും പോയിട്ട് 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ജീവിക്കുക. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ. അറിയില്ലല്ലോ, എനിക്ക് അമ്മയ്ക്കൊന്നും അറിയില്ലല്ലോ. അമ്മയ്ക്ക് ലവ് ചെയ്യാൻ സമയം കിട്ടിയില്ല, എനിക്കതിന് താല്പര്യമില്ലല്ലോ. കേൾക്കോ? അത് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടോ? അപ്പൊ ഈ സഹോദരൻ ഇങ്ങോട്ട് വന്നു. ദേഷ്യപ്പെടരുത്, അമ്മ ശാന്ത സ്വഭാവമായിരിക്കും. അപ്പൊ ഈ സഹോദരൻ ഇങ്ങോട്ട് വന്നു. ഈ സഹോദരൻ വരുമ്പോൾ ഈ സഹോദരൻ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനില്ലേ, അതിന്റെ തൊട്ടടുത്ത് 5 കിലോമീറ്റർ 7 കിലോമീറ്റർ ദൂരത്തിൽ 2 കൂടപ്പുറപ്പ് വീടുണ്ട്. 2 കൂടപ്പുറപ്പ് വീട് കേട്ടോ. അപ്പോൾ ഈ സഹോദരൻ അവിടെ ട്രെയിൻ ഇറങ്ങുന്നേക്കാളും മുമ്പ് വിളിച്ചു, ഞാനിങ്ങനെ പുറപ്പെട്ടു വന്നു. അപ്പോൾ ഒരു കൂടപ്പുറപ്പിൻ്റെ വീട്ടിൽ നിന്ന് വേഗം ട്രെയിൻ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോൺ വന്നു, 15 ദിവസത്തേക്ക് ഞങ്ങൾ തീർത്ഥാടനം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് മകാനെ ഇങ്ങോട്ട് വരണ്ട, 15 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വരാൻ തോന്നുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ വിളിക്കുക, അപ്പം നീ വന്നാൽ മതി എന്ന്. മനസ്സിലായില്ലേ? കാരണം എന്തായാലും കാരണം ഒറ്റ കാരണം ദുഡ്. അപ്പോൾ അടുത്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അത് 7 കിലോമീറ്റർ ദൂരം, ഒന്ന് 5 ഒന്ന് 7. ആ 7 കിലോമീറ്ററുള്ള ആ സഹോദരനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട, ഇപ്പം എന്താ പറയുക, പുതുതായിട്ട് കല്യാണം കഴിച്ച് നീ ഒന്ന് സെറ്റായിട്ടൊക്കെ വാ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ആ 3ാമത്തെ ഒരു സഹോദരനുണ്ട്, ഒരു കൂടപ്പുറപ്പ് സഹോദരിയൊക്കെ മിക്സാണ് അതിൽ, അങ്ങോട്ട് പൊക്കോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് 60 കിലോമീറ്റർ ദൂരമല്ലേ, അതിനെന്താ, അവരെ വിളിച്ചു നോക്കുക, അവർ വന്ന് സ്വീകരിക്കുന്നു. അപ്പോൾ 5 കിലോമീറ്ററിലെ സഹോദരനും വന്നില്ല, 7 കിലോമീറ്ററിലെ സഹോദരിയും വന്നില്ല, 65 കിലോമീറ്റർ ദൂരമുള്ള ഒരു കൂടപ്പുറപ്പ് വരേണ്ടി വന്നു ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് ആ സഹോദരൻ വന്നു? കാരണം അവനൊരു സാധാരണക്കാരനായതുകൊണ്ട്, അവൻ ഈ സമൂഹത്തിൽ എൻ്റെ കൂടപ്പുറപ്പ് എന്നുള്ളൊരു വിശ്വാസം മാത്രം ഉള്ളത് കൊണ്ടാണ് അവർ കൊണ്ടുപോയത്. അവർ ഈ ഏറ്റക്കുറച്ചിലുകളൊന്നും നോക്കിയില്ല. പൈസയില്ല, ഞങ്ങളെ തിരഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളൊരു വാശി, നല്ലൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് പഠിച്ചു? എന്തുകൊണ്ട് അവിടെ വന്നിറങ്ങുമ്പോൾ ഈ 2 ആൾക്കാരെ മാറിയെന്നു? ഒരേ ഒരു കാരണം, അന്ന് ദൈവം കളിച്ചൊരു കളിയുണ്ടല്ലോ, അന്നൊരു കളി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവം ഉണ്ടല്ലോ, ദുഡ്. ഈ കഥ പറയുമ്പോൾ അവിടെ വേറൊരു കഥയും കൂടി പറഞ്ഞു തരാം. ഇതേ സഹോദരന്മാരുടെ വീട്ടിലേക്ക് വലിയ വമ്പം കാറൊക്കെ ആയിട്ട് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതേ അമ്മയുടെ വീട്ടിൽ നിന്ന് വെച്ചാൽ വേറൊരു സഹോദരൻ വന്നു. ആ സഹോദരൻ നേരെ വന്നത് എങ്ങോട്ട് അറിയോ? ഈ 60 കിലോമീറ്റർ ദൂരമുള്ള വീട്ടിലേക്ക്. ആലോചിച്ച് നോക്കണം, ഈ 5 കിലോമീറ്റർ അടുത്തുള്ള എവിടേക്കും വന്നില്ല, നേരെ 60 കിലോമീറ്റർ ദൂരമുള്ള വീട്ടിലേക്ക് വന്നപ്പോൾ ബാക്കി 2 സഹോദരന്മാരും നമ്മൾ അടിയോടടി, നീ എന്തുകൊണ്ട് അവിടെ പോയാൽ നീ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല? അതെന്തുകൊണ്ട് ആ സഹോദരനോട് ചോദിച്ചു. എന്താ കാര്യം? അന്ന് ദൈവം ചെയ്ത ഒരേ ഒരു മോശപ്പെട്ട കാര്യമാണ് ദുഡ്. ഇതിനൊക്കെ കുറ്റവാളി ആരാണ്? യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ എന്ത് സൃഷ്ടിക്കാൻ പാടില്ല അതിനെ സൃഷ്ടിച്ച ഒരേ ഒരാളുടെ പേരാണ് ദൈവം. ഇതൊന്ന് സൃഷ്ടിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ എത്രയോ കൂടപ്പുറപ്പുകൾ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഓടി വന്നതിനെ. അതേപോലെ
എത്രയോ കൂടെ പുറപ്പെടുന്നു സന്തോഷമായിട്ട് ജീവിച്ചാൽ ഒരു ആപ്പിളിൻ്റെ മുന്തിരിക്ക് വേണ്ടി വായിൽ വെള്ളം ഇറക്കുന്ന ഒരു കർഷകനായ ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടാവുന്നില്ല. തിന്ന് മതിയായിട്ട് ലൂസ് മോഷൻ അവനെ വരെ തിന്നാൻ കൊടുത്തിട്ട് പിറ്റേ ദിവസം മുഴുവനും ബാത്റൂമിലായ ആ സഹോദരന് വന്ന ഗതിയും വരുന്നുണ്ടാവുന്നില്ല. തിന്നുകൊണ്ടിരിക്കുന്ന സഹോദരൻ നന്നായിട്ട് അറിയാം ഞാൻ ഈ തിന്നിറക്കണൊക്കെ നാളെ ഞാൻ വേറെ രീതിയിൽ കൊടുക്കേണ്ടി വരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആ സഹോദരൻ തിന്നുകൊണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ഇതിലേനും കിട്ടുമെന്ന് കാത്തിരുന്ന ആൾക്ക് അവസാനം ബാക്കി വരുന്ന പ്ലേറ്റ് എന്നാ ഇത് നീ തിന്നോട്ടോ എന്ന് വന്നിട്ട് വെച്ചിട്ട് പോയി. അപ്പോൾ ആ സഹോദരൻ്റെ മനസ്സിന് മനസ്സിലായി ഇതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചുകൾ എന്തുകൊണ്ട് സംഭവിച്ചു. കാശ്. ഇന്ന് കാശുള്ളവൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ മഹത്തായ സ്ഥാനം വഹിക്കുന്നു. അവൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കുന്നു. അച്ഛനായി കാണും, ഏട്ടനായി കാണും, അമ്മയായി കാണും. അങ്ങനെ ഈ കാശ് അവനെ ഭഗവാന്റെ രൂപത്തിൻ്റെ അടുത്ത് വരെ എത്തിച്ച് കാണാൻ നമ്മുടെ സാധിക്കും. കാരണം അവന് കാശുണ്ട്. അവൻ തെറ്റിയത് നമ്മൾ പറയും അത് അവൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് മാത്രം ചെയ്തതാണ്, നല്ലവനാണ് പറയും. നല്ലൊരു പൈസ ഇല്ലാത്തൊരു വ്യക്തി, നല്ലൊരു വ്യക്തി തെറ്റിയതാ പറയും. കുരുത്തം കെട്ടവൻ, അവൻ ഇതും ചെയ്യാൻ അപ്പുറം ചെയ്യും, വീട്ടിൻ്റെ പടി ചവിട്ടിക്കരുത് പറയും. ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? ഒരേ ഒരാൾ, ദൈവം. അന്ന് സന്തോഷമായിട്ട് ഈ ദൈവവചനങ്ങളൊക്കെ എഴുതിയവർ പറഞ്ഞ സത്യമാണെങ്കിൽ അന്ന് സന്തോഷമായിട്ട് അധ്വാനിക്കാനൊന്നും പോണ്ട. ആയുസ് നിനക്ക് ഉള്ള വേറെ ഉണ്ട്, നീ ജീവിച്ചോ, മരണവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണ മനുഷ്യന്മാർക്കിടയിൽ അങ്ങോട്ടും സ്നേഹം ഇങ്ങോട്ടും സ്നേഹം, ഒന്നും തട്ടിപ്പറിച്ച് തിന്നണ്ട, ഒന്നും ചെയ്യാണ്ട് സുഖമായിട്ട് ജീവിച്ചു പോണ മനുഷ്യൻ ദൈവത്തിനോടുള്ള പ്രാർത്ഥന കുറഞ്ഞു. എപ്പോഴും വന്ന് ചോദിക്കണത് എന്താ വേണ്ട, ഒന്നും വേണ്ട, എന്താ വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിൻ്റെ കുശുമ്പ് അപ്പം തുടങ്ങി. നീ വേണമെന്ന് പറയണ ഒരു ദിവസം വരുമെന്ന് പറഞ്ഞിട്ട് ഈ ദുഡ് എന്ന് പറഞ്ഞ കേക്ക്, ഈ ദുഡ് എന്ന് പറഞ്ഞ ഈ കോയിന്, അങ്ങനെ ഈ കോയിൻ ഉണ്ടാക്കി അന്നോട്ട് ഇന്ന് വരെ ഇന്നിപ്പോൾ ദൈവം ശ്രമിച്ചുകൊണ്ടുണ്ട്. കേക്കമ്മ, ഇന്നിപ്പോൾ ദൈവം ശ്രമിച്ചുകൊണ്ടുണ്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയ തെറ്റൊന്ന് തിരുത്താന്ന്. അപ്പം മനുഷ്യൻ ദൈവത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനി നീ തിരുത്താൻ നിന്നാൽ നിന്നെ ഞങ്ങൾ ബഹുമാനിക്കില്ല. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ പൈസ തന്നെ ഞങ്ങൾക്ക് മതിയെന്ന് ദൈവം പശ്ചാത്തപിച്ച് തലയിലും കൈവച്ചിട്ട് ചിലർ പറയുന്നുണ്ട് ഈ പരിസരത്തെ വരുന്നില്ല എന്ന്. കാരണം എന്താ, ദൈവം പേടിച്ചു പോയി. ഞാൻ എന്തൊക്കെയോ സൃഷ്ടിച്ചു, പുലി, ആന, സിംഹ, ഡൈനോസർ ഒക്കെ സൃഷ്ടിച്ചു, മുതല, പാമ്പ്, ഞാൻ സൃഷ്ടിക്കാത്ത ഒന്നുമില്ല. അതിനേക്കാളും ഡേഞ്ചറായിട്ടൊരു സൃഷ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത് മനുഷ്യൻ. ഇവൻ കാച്ചനെ കണ്ടപ്പോൾ ഇത്രയും വലിയ മൃഗങ്ങളില്ലേ, അതിനേക്കാളിലും ഭീകരനായി പോയിന്ന്. ആ പശ്ചാത്താപത്തിൽ ദൈവം കൺമറയായിട്ട്, സത്യമായിട്ടും പറയാം, 5 നേരം ബാങ്ക് പിടിച്ചിട്ടും ദൈവം വരുന്നില്ല, പള്ളിമണി അടിച്ചിട്ടും ദൈവം വരുന്നില്ല, ഓംകാരത്തോടു കൂടിയിട്ട് മന്ത്രജപം ചെയ്തിട്ടും ദൈവം വരുന്നില്ല. ദൈവം ഓടിപ്പോയി എവിടെ ഒളിച്ചിരിക്കുന്ന ദൈവത്തിന് പോലും അറിയാത്ത രീതിയിൽ ദൈവം മറയായിരിക്കാൻ കാരണം ദൈവം ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ്? ദുഡ്. അപ്പൊ കാശേതാൻ കടവലപ്പ, അത് കടവലക്കും അത് തെരിയുമപ്പ പറഞ്ഞ സത്യമാണ് അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? അതെന്റെ ഒരു ചിന്ത, തീർച്ചയായിട്ടും അത് സത്യമായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ എന്തിനീ വൃത്തിയുടെ സാധനം ഭൂമിയിൽ കൊണ്ടുവന്നു? അല്ല പിന്നെ ഒന്ന് ആലോചിക്കും. ശരിയല്ലേ? അപ്പൊ ഇതാണ് പൊട്ടോട്ടോ, ക്യാപ്സിക്കം ആൻഡ് എഗ് മസാല. പൊട്ടോട്ടോ, ക്യാപ്സിക്കം ആൻഡ് എഗ് മസാല. ക്യാപ്സിക്കം ഓക്കെ, എഗ് മസാല. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ചപ്പാത്തിക്ക് വളരെ ഗംഭീരമായിരിക്കും അല്ലേ? ചപ്പാത്തിക്ക് വളരെ സൂപ്പർ ആയിരിക്കും അല്ലേ? പിന്നെന്താ പറഞ്ഞാൽ ഇതിന് വേറെ ഗരം മസാല ഒന്നുമില്ല. ചോറിന് നന്നായിരിക്കും. മുളകും മല്ലിയുടെ ആണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. മറ്റുള്ള ഏത് മസാലയും നമ്മളിതിൽ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് താളിയരപ്പാല്, ഇതിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഇതിൽ മുന്നിൽ നിൽക്കുക. അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള മസാല ഒക്കെ ഉണ്ടാക്കുമ്പോ ഗരം മസാല, മല്ലിയില, അങ്ങനെ കുറെ സാധനങ്ങൾ ഇടില്ലേ. ഇതിനതൊന്നുമില്ല. അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒരു പ്രാവശ്യം കൂടെ അമ്മ പറയും, കാശേതാൻ കടവുലക്കും അത് തെരിയുമപ്പ. അത് സത്യം തന്നെ. അപ്പൊ എല്ലാരും വിളിക്കുന്നില്ലേ? അതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ ഞാൻ ക്യാപ്സിക്കം, ചിക്കൻ അല്ലേ, നാടൻ കോഴി ഉണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ അപ്പം ഉണ്ടാക്കി തരില്ലേ? നിങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ, നിങ്ങൾ വരുന്നില്ലല്ലോ, ഞാൻ ദിവസം വിളിക്കണം അല്ലേ? അപ്പോ ബൈ.